അപ്പൊ നമ്മളുടെ രണ്ട് ചാപ്റ്റർ നമ്മുടെ ബേസിക് സയൻസിൽ വരുന്ന ബയോളജിയിലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. എവിടെ ഒന്നാമത്തെ പാഠത്തിൽ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ പാഠം ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ്, നട്ട് നനക്കാൻ നന്മകൾ കൊയ്യാനുള്ള പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മക്കൾ ആദ്യം പഠിക്കേണ്ടത് ഫാമിംഗ് മെത്തേഡാണ്, കൃഷി രീതികളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഇത് ഫോക്കസ് ഏരിയയാണ് മക്കളെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ കേട്ടോ. ഇത് ഫോക്കസ് ഏരിയയാണ്, ഇത് മാത്രമേ വരുള്ളൂ എന്നല്ല, ഇത് എന്തായാലും പഠിക്കണം എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ്. ഒന്നാമത്തെ ആൾ ഫാമിംഗ് മെത്തേഡുകളാണ്, കൃഷി രീതികളാണ്. രണ്ടാമത് വരുന്നത് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളെ പറ്റിയുള്ളതാണ്. 4 ടൈപ്പ് വളങ്ങളും മാക്രോ ഒക്കെ പഠിക്കാനുണ്ട്, ജസ്റ്റ് ഓർത്ത് വെക്കണം, പഠിച്ചു പോകണം. പിന്നെ പ്ലാന്റിങ് ടെക്നിക്കൽ, നടീൽ വസ്തുക്കളെ പറ്റി പഠിക്കാൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് GM ക്രോപ്പും ടിഷ്യൂ കൾച്ചറും ആണ് കേട്ടോ. പിന്നെ ഇറിഗേഷൻ, ജലസേചനം, നമ്മളെ ഏറ്റവും മാക്സിമം കുറച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന 4 രീതിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, അതും പഠിച്ചു വേണം. ഏറ്റവും അവസാനമായിട്ട് ടെക്നോളജി യൂസ് ചെയ്ത ഫാമിങ്, സ്മാർട്ട് ഫാമിങ് എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വേണം. ഷുവർ ടെക്നോളജിയാണ് മക്കളെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പാഠത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ 2 തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, പാൻസ്പെർമിയ സിദ്ധാന്തവും അതേപോലെ തന്നെ നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി, നമ്മുടെ രാസപരിണാമ സിദ്ധാന്തം. അതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. ആ ഒരു ഭാഗം പഠിച്ചിരിക്കും. ഞാൻ ആകെ കുട്ടി ചാപ്റ്ററാണ്, ഇതിനകത്ത് ആകെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ. പിന്നെ നമ്മൾ യുറേ മില്ലറിന്റെ എക്സ്പെരിമെന്റ് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഫിഗറും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. പിന്നെ നമ്മൾ പ്രോ ക്യാരിയോട്ട് ആൻഡ് യു ക്യാരിയോട്ടിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. ടൈം ലൈനും കൂടെ പഠിച്ചു നോക്കുക. ഇത് രണ്ടും ഒന്നിച്ചാണ് ആക്ച്വലി. ആ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് പ്രിമിറ്റീവ്സ് എല്ലാം ആദ്യം ഉണ്ടായി, പിന്നെ അടുത്ത ആൾ ലാസ്റ്റ് നമ്മുടെ ഹ്യൂമൻ ആൻഡ് മാമൽസ്, മനുഷ്യനും സസ്തനികളും എത്തുന്നവരല്ല ഒരു ടൈം ലൈൻ. പിന്നെ നമ്മളെ കോസ്മിക് കലണ്ടർ, അതൊരു 2-3 മാർക്കിനൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നുള്ള ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൂപ്പറായിട്ട് സെറ്റാക്കാം. ഇത് മാത്രമല്ല, നമുക്കൊരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതാണ് എന്ത്, നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പോൾ ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ കഴിഞ്ഞ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിയിൽ തിരിഞ്ഞിട്ടുണ്ടല്ലോ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യമൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം അവസാനത്തെ പരീക്ഷയാണ് ബയോളജി. ഇത് മുന്നുള്ള പേപ്പറൊക്കെ കണ്ടവർക്ക് അറിയാം. മൊത്തത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ പേപ്പറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ഇക്കൊല്ലം നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത് ഫുൾ മാർക്ക് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ബാക്ക്ലോഗ്സ് വന്നതുകൊണ്ടാണ്, കൂട്ടി വെച്ചതുകൊണ്ടാണ്. അതെ, നാളെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ ഇത്തവണ ഈ ഒരു പാറ്റേൺ മാറിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല തലേ ദിവസം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഇപ്പം ചെയ്ത ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇനിയും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാൻ, കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിന്നെ ഇത് കുത്തി വെച്ചിട്ടുണ്ട് മക്കളെ. ഇപ്പം തന്നെ അതിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങ് പൈസ ഒന്നും പടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൈസ ഒക്കെ പിന്നെ അടിച്ചാൽ മതി. 26-ാം തീയതി വരെ ഉള്ളൂ. അതായത് നമ്മൾ നാളെ എക്സാം തീരുന്ന വരെയുള്ള സമയം വരെ നിങ്ങൾക്ക് സമയമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തോ ഇല്ല എന്നൊക്കെ പിന്നത്തെ കേസാണ്. താല്പര്യം ഇപ്പൊ തന്നെ ചെയ്തു വെച്ചാൽ ഓഫർ പ്രൈസിൽ നമ്മളുടെ ഓഫർ പ്രൈസ് ഉണ്ടാവില്ല. ഓക്കെ, അതുവരെ നമുക്ക് ഓഫർ പ്രൈസിൽ ഉണ്ടാവുള്ളൂ. സോ ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം, പിന്നെ നോക്കാം. അതെ, യെസ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ഇന്നത്തെ ലൈവിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പൊളിച്ചെടുക്കാം അല്ലേ? അപ്പൊ ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യാം.